ശിർക്കിന്റെ കൂട്ടങ്ങൾ മല പോലെ വന്നാലും പറയാൻ മടിക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മടിക്കല്ലേ ലാ ഇലാഹ. ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആരോപണം ഇൻഷാ അല്ലാഹ് ഈ കാസറ്റ് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞത് സുന്നികൾക്ക് തെളിവ് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് മങ്കൂസ് മൗലിദിന് തെളിവാ. അല്ലാതെ ഒന്നാമത്തെ ഇസ്ലാമിൽ തെളിവ് മങ്കൂസ് മൗലിദ് എന്ന പച്ചക്കള്ളം. ഈ ഫൈസൽ മുനീർ കേട്ടോക്കി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അലാഹു വല്ലദീ തവസ്സല ബിഹി ആദം മങ്കൂസ് മൗലിദിലുണ്ടല്ലോ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന് തെളിവെന്താണ്? അതിന്റെ ഒന്നാമത്തെ തെളിവ് സുന്നത്ത് ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ് അത് മങ്കൂസ് മൗലിദ് തന്നെ. അത് മങ്കൂസ് മൗലിദ് തന്നെ. അത് മങ്കൂസ് മൗലിദ് തന്നെ. ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ്? ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹിയുദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹിയുദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയവുമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. ഖൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചത് എന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിട്ടി.